ഹലോ, ഞാൻ സുനി സജീവ്, രവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക. ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാലേ ശമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഇതിനൊക്കെ യേശുക്രിസ്തു മതിയായവനാട്ടോ. നിങ്ങളെ യേശുക്രിസ്തുവിനെ ജാതിയും മതവും ഒന്നും നോക്കണ്ട. ഒന്നുമില്ലേ, നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനല്ലേ. ചുമ്മാ നമ്മുടെ അകക്കണ്ണ് പിശാച് അടച്ചിട്ടിട്ടോ. നമ്മുടെ കോമൺ സെൻസ് ചുമ്മാ ഒന്ന് ഓർത്താൽ മതി. എന്തെല്ലാം കാര്യം നമ്മൾ വിശകലനം ചെയ്യണം. ലോകം ഒരാൾ മരിച്ചിട്ട് ലോകത്തിനെ അപ്പുറത്തേട്ട് AD BC ആക്കാൻ ഒരാളുടെ പേരിലാക്കണമെങ്കിൽ ആ മനുഷ്യനെ പറ്റി നമ്മളൊന്ന് പഠിക്കണ്ടേ? നമ്മുടെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയ ആരാണെങ്കിലും നമ്മൾ മതം ഒന്നും നോക്കണ്ട, ഒന്ന് പഠിക്കണ്ടേ? ആ യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അപ്പോൾ ആ ജീവനുള്ള ദൈവത്തിനെ ഒരു ഫ്രണ്ടാക്കുവോ? മതമൊന്നും നോക്കണ്ട. ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കുമ്പോൾ നമ്മളത് ദൈവമായിട്ട് ആഗ്രഹിച്ചാൽ മതി. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ തന്നെയല്ല, നമ്മുടെ ക്യാരക്ടർ മാറും കേട്ടോ. യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ അതാണ് വേണ്ടത്. നമ്മുടെ ക്യാരക്ടർ യേശുവിൻ്റെ ക്യാരക്ടർ ആകുക, യേശുവിനെ ഫോളോ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളവർ സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം മോഹൻലാലിന് വലിയ ഇഷ്ടമാണെങ്കിൽ നമ്മളെപ്പോഴും മോഹൻലാലിൻ്റെ എല്ലാവരും കാണിക്കണ പോലെ, മോഹൻലാൽ കാണിക്കണ പോലെ, അതുപോലെ യേശുവിനെ ഇഷ്ടപ്പെടുമ്പോൾ യേശുവിൻ്റെ ക്യാരക്ടർ വരും. യേശുവിൻ്റെ ക്യാരക്ടർ ആകുന്ന ഏത് മനുഷ്യൻ ലോകത്തിൽ ഉന്നതനും ക്രിസ്തു യേശുവിൽ പ്രശസ്തനുമാകും. ആ ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്തായിരിക്കും? എൻ്റെ ഏറ്റവും വലിയ കൊതിയാട്ടോ. സങ്കീർത്തനം 27:14 പറയുക, യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ വയ്ക്കുക. നമുക്ക് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പുല്ല് വെട്ടുവാട്ടോ. അപ്പോൾ ആ പണിക്കാർക്കുള്ള വിശ്വാസമില്ല എനിക്ക്. അയ്യോ, ഞാൻ കുറേ രാവിലെ പ്രാർത്ഥിച്ചു, യേശുപ്പാ ഇന്ന് മഴ പെയ്യല്ലെങ്കിൽ ഒന്ന് വെട്ടി തീർക്കട്ടെ. മഴ ശക്തമായിട്ട് പെയ്യും. അപ്പോൾ അവർ പറയുക, പെയ്തിട്ടങ്ങ് മാറട്ടേന്നേ, മഴ പെയ്യണ്ട ഭൂമിയിൽ. പുള്ളിക്കാരി ഒരു നല്ല കോൺഫിഡൻസോടുകൂടി പറയുക, പെയ്തിട്ട് മാറിയപ്പോൾ പിന്നെ അവർ വെട്ടണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് അയ്യോ മഴ പെയ്യോ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ പ്രാർത്ഥിക്കുക മഴ പെയ്യല്ലേന്ന്. മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്യുമെങ്കിൽ അതിനൊരു കാരണം കാണും. അല്ലെ മഴ പെയ്തിട്ട് മാറിക്കോളും. അപ്പോൾ അത്രയും നമ്മൾ ആ പ്രത്യാശയ്ക്ക് ഭംഗം പറ്റില്ല. ഒരു ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ, അയ്യോ അത് നടക്കുമോ, അയ്യോ എന്ത്. അപ്പോൾ നമ്മൾ അടുത്തത് വായിക്കുക. മൂടൻ തൻ്റെ കോപത്തെ, സങ്കീർത്തനം തന്നെ 29:11 പറയാം. മൂടൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയും അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അപ്പം ഞാനൊരു മൂട സ്ത്രീയായിരുന്നു കേട്ടോ യേശുവിനെ അറിയണതിന് മുമ്പ്. അപ്പം നമുക്ക് ബോധം വയ്ക്കണം, ബുദ്ധി വയ്ക്കണം. ബുദ്ധി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശരിക്കും ഒരു കോപിഷ്ഠനായ ഒരു മനുഷ്യനൊക്കെ ശരിക്കും ഇങ്ങനെ യേശു ദേഷ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. യേശു ദേഷ്യപ്പെട്ടത് പള്ളിയിൽ കച്ചവടമൊക്കെ നടത്തിയപ്പോഴാണ്. പള്ളി ദേവാലയം അല്ലാണ്ട് ആക്കി കച്ചവടം ചെയ്തപ്പോഴാണ്. അപ്പോൾ അല്ലാണ്ട് യേശു എപ്പോഴും എല്ലായിടത്തും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. യേശു സമാധാനത്തിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ കോപം എന്ന് പറയുന്നത്, നമ്മളൊരു കോപം, എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനവർക്ക് യേശുവിനെ അറിയാൻ പാടിൻ്റെ ബോധമില്ലാണ്ട് മൂട സ്ത്രീയായിരുന്നു ഞാൻ. അപ്പോൾ ജ്ഞാനിയോ അതിനെ ശമിപ്പിക്കുന്നു. ഇപ്പം നമുക്ക് തന്നെ കാണാൻ പാടില്ലേ, ഭർത്താവിൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടി സ്വന്തം കൊച്ചിനെ പുഴയെ കൊണ്ടെറിഞ്ഞു. അതിന് എന്തുമാത്രം ബോധം ഉണ്ടാകുന്നു. ബോധമില്ലാത്തവന് സങ്കടപ്പെടണ്ട, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയൊക്കെ നീ വിഷമിക്കുന്നെന്ന് പറഞ്ഞാൽ യേശുമ്പരാനെ ആശ്രയിക്കുന്നേ. അപ്പോൾ എന്തോരം വേണേലും ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി ചോദിച്ചോളാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ച് മേടിക്കുക. എല്ലാത്തിൻ്റെ നിറകൂടാ യേശുമ്പരാൻ, എല്ലാവർക്കും കൊടുക്കാൻ സമ്പന്ന. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്ന് അതോടുകൂടി നമുക്ക് ബുദ്ധിയാകും. അത് വന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും, പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും. എല്ലാത്തിൻ്റെയും കയ്യിലുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ ആളോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയർ ട്രീറ്റ്മെൻറ്റിനെയാണ്. അപ്പോൾ നമുക്കുടെ ഹെയർ ഇപ്പോൾ എൻ്റെയൊക്കെ ഹെയർ കുറേ കാലമായിട്ട് കരാട്ടിന ചെയ്യണം. ഇപ്പോൾ എല്ലാവരും തന്നെ കരാട്ടിന എന്നോർത്ത് നമ്മൾ ഹെയർ ലൈസിങ്ങും ചെയ്യും, സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യും കേട്ടോ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്, കെമിക്കൽ ഇല്ലാത്തതിനെയാണ് ഈ കരാട്ടിനിൽ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ബെറ്റർ റിസൾട്ടാണ്. മറ്റേ ചില കരാട്ടിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആവുകയുള്ളൂ, ഷേപ്പ് വ്യത്യാസം വരില്ല. അപ്പോൾ ആൾക്കാർക്ക് ഷേപ്പ് വ്യത്യാസം വരണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ് ചെയ്യണേ. അതിങ്ങനെ കവറിങ് ആണ് ചെയ്യണത്. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് 40 വാഷേ ഉള്ളൂ അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയർ നല്ല ഷാമ്പും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും.
മുടി അപ്പോൾ കരാട്ടിൻ ചെയ്യാൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി. കരാട്ടിനാണ് സ്ഥിരം ചെയ്യണമെങ്കിൽ വർഷത്തിലൊരിക്കലും അത് അത്രയും നീണ്ടു കിട്ടും. മുടി ഒരിക്കലിനെ പറ്റി നമുക്ക് മുടി ഈ നമ്മുടെ മേക്ക് ഓവറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഹെയർ സ്റ്റൈല് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് മുടി ഇങ്ങനെ ചെയ്യാം. മുടി ഇങ്ങനെ ചെയ്തിടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മേക്ക് ഓവർ ഒത്തിരി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഒരു കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മേക്കപ്പ് ആയി കേട്ടോ. എവിടെ പോണേലും നമുക്ക് വേറെ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ അപ്പോൾ ചെയ്യാൻ ആരാ ഉള്ളത്, എല്ലാവരും ഹെയറൊക്കെ ചെയ്ത് നമ്മൾ അപ്ഡേഷൻ വേണം. നാടോടുമ്പോൾ നടുവേ ഓർമ്മ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഡ്രസ്സിലായാലും ഹെയറിലായാലും ഓർണമെൻറ്റ്സിൻ്റെ കാര്യമായാലും എല്ലാത്തിലും നമുക്കൊരു അപ്ഡേഷൻ വേണം. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും രേവതി ബ്യൂട്ടി പാർലറിൽ വരിക. അതുപോലെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒത്തിരി പേര് കാണിക്കണം. നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് നല്ലത്, ലിവറിന് നല്ലത്, കിഡ്നിക്ക് നല്ലതും വേണം. അപ്പോൾ ഫേസിലെ മസാജിങ് നമ്മുടെ ഇവിടെ മുഖത്തൊക്കെ ചെയ്യണ മസാജിങ് ആയുർവേദം ചെയ്യുമ്പോഴും നമ്മുടെ മുഖം ആദ്യം ചെയ്യണം, തല. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് കമ്പനിയുടെയാണ് ഫേഷ്യലിൻ്റെ എല്ലാം പെഡിക്യൂർ ഒത്തിരി നല്ല, കാലിൻ്റെ അടിയൊക്കെ ഒരു മസാജിങ്ങൊക്കെ മാസത്തിലൊരിക്കൽ കാലിന്ന് ക്ലീൻ ആകുക ഏറ്റവും ആരോഗ്യത്തിന് ഇതാണ്. അപ്പോൾ എല്ലാം ബ്രാൻഡഡൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. ഈ ഹെയർ മേക്ക് ഓവറിൽ വന്നാട്ടോ ഇതിങ്ങനെ പിരിപിരിന്നുള്ള സൈസ് മുടിയാണ്, ഫ്രിസി ആയിട്ട് ചുണ്ടികളുണ്ട്. ഇത് ആശാത്തി തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. ഇത് എപ്പോഴും D3 കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റേതാണ്, വലിയ പ്രായമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും പറയും പ്രായമായില്ലേ. പണ്ടൊക്കെ 55 വയസ്സിലാണ് വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലാണ്ട് ഇങ്ങനെ അതാണ് പ്രായം. വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണ പ്രായം 55 വയസ്സാണ്. 60-65 വയസ്സാകുമ്പോഴാണ് നര ശരിക്കും ആവുള്ളൂ. ഇപ്പം 30 വയസ്സ് 25 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം D3 നോക്കണം. അപ്പം ഞാൻ ചോദിച്ചു D3 നോക്കിയാണെന്ന് ചോദിച്ചു. പറഞ്ഞു പിള്ളേർക്ക് ഇതിനൊക്കെ കുറവാണ്. അപ്പം കഴിക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. D3 കുറവിൻ്റെയാണ് ഇങ്ങനെ വൈറ്റ് ഹെയർ ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങളെ മുടി ചെയ്യാൻ പോവുക. ഇത് അയൺ ചെയ്തിട്ടേക്കണേ കേട്ടോ. മൊത്തത്തിൽ നല്ല ഫ്രസി ഹെയറാണ്. നമ്മളിപ്പോൾ കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ് ചെയ്യണേ. കരാട്ടിൻ ചെയ്ത് ആഫ്റ്റർ കെയറും ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീയടിച്ചാൽ മതി. എൻ്റെയൊക്കെ റീയടിക്കാറായിട്ടോ. ഏറ്റവും പ്രശ്നം ഈ ഫ്രണ്ട് കളർ ചെയ്യണേ, അവിടെ മാത്രം പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ ഇച്ചിരി ഇന്ന് മാസം ഇത്ര എൻ്റെയൊക്കെ ചെയ്യാറായി. മാസം ഇത്ര 2 പ്രാവശ്യം കളർ ചെയ്യണ്ടേ. ഈ അങ്ങനെ ഒരു കെമിക്കൽ ഇത് വന്നാൽ ഇവിടെ മാത്രം ഒരു 5-8 മാസം ആകുമ്പോഴത്തേനും ചീത്തയാവുള്ളൂ. അപ്പോൾ എല്ലാ പുറത്തുനിന്നുള്ളവരും ഇങ്ങനെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ അപ്പോൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. മുടി പനങ്കല പോലെ ആയിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും അപ്ഡേഷനായിട്ട് കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഈ കളർ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇതിന് ശരിക്കും ഭയങ്കര നല്ല ഓളിയുള്ള മുടിയാണ്. ആ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഓളിയും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നല്ല പാടുക ചെയ്യാൻ, നല്ല ഫ്രഷ്. ഇങ്ങനെ ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെ കുറവ് ഒന്നും പറ്റില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിടെ ആ ഫ്രഷ്നെസ് മുടിയിൽ പാടെ മാറും. കാരണം എൻ്റെ മുടി ഒത്തിരി ഫ്രഷ്, ഭയങ്കര ഡ്രൈ ആണ്. എണ്ണ ഇങ്ങനെ വെച്ച താഴ് പോകണം. എൻ്റെ ഈ ആഫ്റ്റർ കെയറിൽ കുളിച്ചാൽ ഞാൻ അതിൻ്റെ ഡ്രൈനെസ് മാറ്റി. അപ്പോൾ ഈ മുടിക്കൊന്നും കുഴപ്പമുള്ള മുടിയല്ല, തിക്നെസ് ഉള്ള മുടിയാണ്. അപ്പോൾ ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ മോൻ കാണിക്കൂല. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇതിലൂടെ കാണാം. അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവർ പോലെയൊക്കെ ചെയ്തേക്കണ കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് കാരണം നമ്മൾ നാനോ പ്ലാസ്റ്റി ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കരാട്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കരാട്ടിൻ്റെ പല ഭേദങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതിൻ്റെ ഇതാണ് ഇപ്പം നിലവിൽ. എല്ലാം ബ്രാൻഡഡായിട്ട് കരാട്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളൂരെന്നൊക്കെ പറയണം. കരാട്ടിന് എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്ത് ഇടുക. നമുക്ക് ആ മുടി തന്നെ ചെയ്യാതെ നമുക്ക് തലയ്ക്ക് പകുതി ഇങ്ങനെ ഭാരം കുറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ. അപ്പോൾ പിന്നെ ഫേഷ്യൽ ഇതിലൊക്കെ ഈ മാസം 31-ാം തീയതി മാർച്ച് 31 വരെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക. ശരിയത്
ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട, അപ്പം പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുവാ. ഇവളുടെ മര തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം, മുഖം കാണിക്കാൻ ഇപ്പോഴും സുന്ദരി കോതയോ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടാൽ ഇനി മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു കിട്ടുമെന്ന് എനിക്ക് പേടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ, അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈല് മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാ, യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത്. ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ, അടിയൊക്കെ വടി പോലെ കിടക്കുന്നത്. യേശുവിൻ്റെ കൃപയാൽ അടിയൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണേ. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാസാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴിപ്പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാ. ഓരോ വാഷിനും ഇങ്ങനെ കഴുകിപ്പോവും. പക്ഷെ കളർ ചെയ്യണം. മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോ ഒക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ, യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ. വേണ്ട, സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ കാരണം ആദ്യമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷെ ചുളിവെന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ, എൻ്റെ മുടി ചുരുട്ടി താങ്ങും പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആശാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞപ്പേ അമ്മ കാര്യം എനിക്ക് ചുറ്റി തന്നെ പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുറ്റണമെന്ന് പകുതിയായപ്പോൾ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നാത്തൂൻസും കൂടെ വന്നിട്ട് 2 +2 പിള്ളേരാന്ന് ഓർത്തു, അല്ല പഠിക്കാൻ പുറത്തോട്ട് പോകാൻ ഓർത്തോണ്ട് അങ്ങനെ 2 പേരും പറയുക കേട്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ബോധക്കേടായിട്ട്. അപ്പോൾ ഈ മുടിക്ക് മറ്റേ മുടിയുടെ അത്രയും പൊട്ടലില്ല, എന്നാലും പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പൊട്ടൽ നല്ല ഫിനിഷിങ്ങിൽ ഗ്ലോ ആയിട്ട് മുടി കരാട്ടിനാണ് ചെയ്യാൻ പോണ കിടക്കും. പക്ഷെ അത് കണ്ടിട്ട് തൃപ്തിപ്പെടാണ്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ ഉള്ളിലേക്കുള്ള ഫുഡ് ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യട്ടോ. നമ്മൾ മൾട്ടി കുറച്ച് സിങ്കോ വൈറ്റ് ഒക്കെ മേടിച്ച് എവിടെയാണ് തിരിക്കും, ഫുഡ് കഴിക്കുന്ന അടുത്ത് വെക്കുക, കാണാൻ പാടില്ല. ബയോട്ടിൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിച്ചാൽ ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വെച്ചേക്കും. അവരും മറന്നു പോകും, എനിക്ക് വിറ്റാമിൻ തരാൻ. ഞാൻ മറന്നുപോയി, എല്ലാം വേസ്റ്റായി പോകാം. അപ്പോൾ മുട്ട മുടി വളർച്ചയുടെ ഒരു വലിയ സംഭവം കേട്ടോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, എനിക്ക് മുട്ടപ്രാന്താണ്. പക്ഷെ വണ്ണവും വെക്കും എനിക്ക് മുട്ട കിട്ടാതെ, അതാണ് ഏറ്റവും കുഴപ്പം. അതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊക്കെ അതേ സൂപ്പറാക്കി. ഈ മോക്കടെ ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്, പൊട്ടലും ഡ്രൈനസും ചീറ്റിലൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, എൻ്റെ അടുത്ത് വരുമ്പോൾ മുടിക്ക് പൊട്ടലാന്ന് പറയുന്നത്. പൊട്ടലുള്ളത് പറയണ്ടേ, അടിപൊളി മുടിയെന്നല്ല. നമുക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് മുടി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ. നല്ല ഗ്ലോയിൽ നല്ല സിൽക്കി ആയിട്ട് ഹെയർ ആണെങ്കിൽ നമ്മളിതിനകത്ത് ചെയ്യണ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കവർ ചെയ്തു. ഹെയർ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ ബയോട്ടാൻസ ചെയ്തേക്കണേ. ഈ മുടിന് ഇങ്ങനെ കിടന്നോളും. ഇതേ പരസ്യത്തിൽ കിടക്കണ പോലെ കിടക്കണ കണ്ടതേ സൂപ്പറായിട്ട് എന്ത് ഭംഗിയിലാണ്. ഇതേ
ഇതിന് ആഫ്റ്റർ കെയർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗുണം കിട്ടില്ല. കാരണം സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, സൂപ്പർ ഷാമ്പൂ ഒക്കെയാണ് നമ്മൾ തന്നെ. പിന്നെ അത് എല്ലാം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് ഈ 1 വർഷം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് ആരും മാറുന്നില്ല, കണ്ടിന്യൂസ് ആകും. അത് നമുക്കിങ്ങനെ എണ്ണയൊന്നും തേക്കേണ്ട. എണ്ണയ്ക്ക് ശരിക്കും കേരളത്തിൽ മാത്രമേ എണ്ണ തേക്കുന്നുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ്. നാച്ചുറൽ കെയറും കീപ്പ് ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ്. ആരും എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ചാൽ പിറ്റേ ദിവസം ആൾക്കാരുടെ കഴിക്കാനൊന്നുമില്ല. പണ്ട് അങ്ങനെയല്ലേ, എണ്ണ തേച്ചാൽ താളി തേക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ആർക്കും പറ്റുന്നില്ലോ. അപ്പോൾ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പം നാത്തൂനോടെ മുടിയാർന്ന് ഒരു നാത്തും മുഖം കാണിച്ചില്ല. ഞാനവിടുത്തെ ഫ്രണ്ട്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 2 നോളം കൂടി ചെയ്യാൻ വന്നാന്ന് ഓർത്ത്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവർ പെട്ടെന്ന് പോലെ അടിച്ച് പൊളിച്ച് മുടി ഇങ്ങനെ കിടന്നാൽ തന്നെ മേക്ക് ഓവർ ഒത്തിരി ആയി. ഒരു ലിപ്സ്റ്റിക്ക് ഇവിടെ കണ്ണെന്ന് എഴുതി ഓക്കെ, മേക്കപ്പിന് കാര്യം തീർന്നു. അപ്പോൾ ഇതെപ്പോഴും ഹെൽത്താട്ടോ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം ഏറ്റവും നമ്മൾ അതെപ്പോഴും ഓർക്കണം. അപ്പം ശരിയെന്നാ, ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പം ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത് എന്നിട്ട് മുടിയൊക്കെ വൃത്തിയായി പൊട്ടയായി. ഞങ്ങൾ പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നോക്കാം. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങളെ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എൻ്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ ശരി എന്നാ, ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടോ. ഇപ്പൊ ആ മുടി അവിടെ നോക്കിക്കേ, തൊട്ടാലിങ്ങനെ. അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പം ഇതിന് 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പണ്ട് പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ, തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്. പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി എന്നാ.